എടോ, ജഗനിപ്പോഴും ഏത് നേരവും വന്ദനയുടെ പറയില്ലല്ലേ. എന്റെ മോള് ഹരിത ഗർഭം ധരിച്ചത് പ്രമാണിച്ച് അവളുടെ സുഖവിവരം അന്വേഷിക്കാൻ പോകുന്നു അവൻ ആദ്യം പറഞ്ഞത്. ഇടു ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഈ പാവം. പക്ഷേ ഇപ്പൊ കേൾക്കുന്നു ജഗൻ അവളോട് പ്രേമത്തിലാണെന്ന്. എന്റെ പൊന്ന് സാഗറെ, ഇപ്പോഴും ഞാനൊന്ന് തറപ്പിച്ചു നോക്കിയ ഈ വീടിന്റെ 8 ദിക്കിലും മൂത്രമൊഴിക്കുന്ന ഒരുത്തന, അത് 7 നിറത്തില്. എന്റെ അറിവോ സമ്മതമോ കൂടാതെ അവളെ അവൻ കെട്ടാനൊന്നും പോകുന്നില്ല. എന്നാലും പ്രണയമല്ലേടോ. ആ ലഹരി എങ്ങാനും മൂത്ത് ഊരാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെ ആയാലോ എന്നൊരു ഭയമായിരുന്നു എനിക്ക്. എന്നാലും അവളുടെ കല്യാണം ഉറപ്പിച്ചല്ലോ, സന്തോഷമായി എനിക്ക്. സാർ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? വന്ദനെ കെട്ടാൻ പോകുന്ന ആ ഗൗതമിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചത്. ആരാണവൻ? മിറർ ഓഫ് ഇന്ത്യ എന്ന വമ്പൻ പത്രത്തിന്റെ റിപ്പോർട്ടർ അവൻ. ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്നവനും സ്വാധീനമുള്ളവനും അവൻ. അവര് തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ വന്ദനയുടെ ലെവലങ്ങ് മാറും. വന്ദനയുടെ ലെവല് മാറുമ്പോ അവള് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷന്റെ ലെവലും മാറും. രാജീവന്റെ കൊലപാതക കേസ് തെളിയും. സാർ അകത്തു പോകും. സാറിന്റെ ഫീസ് പോയോ? സാഗറേ, ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വന്ദനയുടെ സഹോദരൻ ആ പീപ്പന്നി പ്രകാശന് വെട്ടി വിഴുങ്ങാൻ എത്ര പണം വേണമെങ്കിലും ഞാൻ തരും. അവനെ കൊണ്ട് ഈ കല്യാണം മുടക്കിക്കണം. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. അതാണ്. കുറച്ച് ലക്ഷങ്ങൾ കൂടി മുടക്കേണ്ടി വരും. അയ്യോ, എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ താൻ എനിക്കൊരു ഉറപ്പ് തരണം. ഈ വന്ദന ഒതുക്കുന്നത് സാറിന്റെ മാത്രം പ്രശ്നമല്ല, എന്റെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആണല്ലോ. ഉറപ്പ്. പിന്നെ വന്ദനയുടെ കല്യാണം ഉറപ്പിച്ചതൊക്കെ ശരിയാ. പക്ഷേ ജഗൻ ആർക്കും അവളെ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ സാഗറേ, സാറ് നേരത്തെ പറഞ്ഞില്ലേ, സാറൊന്ന് നോക്കിയാ 8 ദിക്കിൽ 7 കളറിൽ മൂത്രമൊഴിക്കുന്ന ജഗനെ കുറിച്ച്. ആ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ജഗൻ കൈവിട്ടു പോകാതിരിക്കാനുള്ള വഴികൾ നോക്കണം. അതും തന്ത്രത്തിൽ. അതെന്ത് തന്ത്രം? അതേത് വഴി? അവനെ പിടിച്ചൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്കൂ സാറേ. അതും അവന് പറ്റിയൊരു പെണ്ണ്. സാറിന് നിരവധി രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുള്ളതല്ലേ. അവരുടെ മക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറപ്പെണ്ണുങ്ങളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോ രാത്രി യാത്രയില്ല. ഗുഡ് നൈറ്റ്. രാഷ്ട്രീയക്കാരന്റെ മകൾ, അതെനിക്ക് പണി കിട്ടും. പിന്നെ മുറപ്പെണ്ണ്, അതിങ്ങോട്ടൊരു പൂക്കാണ്ടിയും കിട്ടൂല. ഉണ്ട്, പെണ്ണുണ്ട്. വരും വരും. നഷ്ടപ്പെടുത്താനാണെങ്കിൽ എന്തിനാ അവളെ എനിക്ക് കാണിച്ചു തന്നത്? എന്റെ ഉള്ളിൽ അവളോട് ഇഷ്ടം തോന്നിച്ചത് എല്ലാം ഒഴിവാക്കാമായിരുന്നില്ലേ?
പറടാ. ജഗ, നീ ഇവിടെ വീട്ടിലുണ്ടോ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആദ്യം നിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പം നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചില നഷ്ടങ്ങളുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടണം. ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വന്ദനയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ അവളെ. നിന്റെ ഇഷ്ടം അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഇതിനകം തന്നെ നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ വന്ദനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. പലരും നമ്മളെക്കാൾ നല്ലതെന്ന് തോന്നുന്ന ഒരാൾ വന്നാൽ തീരാവുന്ന അളവിലേ ഇഷ്ടം സൂക്ഷിക്കാറുള്ളൂ. അവളും അങ്ങനെ ഒരു പെണ്ണ് തന്നെയാവും. നീ എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. കോടീശ്വരനായ കുറുപ്പിന്റെ മകൻ, ജനം അംഗീകരിക്കുന്ന യുവജന നേതാവ്. അങ്ങനെയുള്ള നീ അവളുടെ മുന്നിൽ ഒരു കാമുകന്റെ കോമാളി വേഷം കെട്ടണ്ടായിരുന്നു. ഒരർത്ഥത്തെ നന്നായെന്ന് കരുതിയാൽ മതി. നിന്റെ മുന്നിലുള്ള ലോകം വളരെ വിശാലമാണ്. നിന്റെ സ്റ്റാൻഡേർഡിനൊത്തൊരു പെണ്ണ നിനക്ക് വിധിച്ചിട്ടുള്ളത്. അവളെ നീ മറന്നേക്ക്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയല്ല ഞാൻ. നമുക്ക് രാവിലെ സംസാരിക്കാം. ഹലോ, ഇപ്പൊ തന്നെ ഇതിന്റെ യഥാസ്ഥിതി എന്താണെന്ന് എനിക്കറിയണം. വന്ദനയുടെ വീട്ടിലേക്ക് പോവുക തന്നെ. തട്ടി വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. പുറത്ത് ശബ്ദവും അനക്കമൊക്കെ കേൾക്കുമ്പോൾ ഇനി കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് ബഹളങ്ങാനും വെച്ചാലോ? അല്ലെങ്കിൽ വിളിക്കാം. ഹലോ, വന്ദന ഉറങ്ങിയില്ലേ? ഇല്ല. ആരാ? ഇത്ര വേഗം എന്നെ മറന്നോ? ഞാനാ ഗൗതം.
പഠിച്ചവനായിരിക്കും. യാതൊരു സംശയവും വേണ്ട, ഞാൻ തന്നെയാ. ഞാൻ കരുതി എന്റെ നമ്പർ വന്ദന സേവ് ചെയ്ത് കാണൂന്ന്. എനിക്ക് ഉറക്കം വരുന്നില്ല. വന്ദനയുടെ ശബ്ദം കേൾക്കണമെന്ന് എനിക്കൊരു തോന്നൽ. അതാ ഞാൻ വിളിച്ചത്. വന്ദനയ്ക്ക് ബുദ്ധിമുട്ടായോ? ഈ രാത്രി വന്ദനെ വിളിച്ച് സംസാരിക്കണമെങ്കിൽ, ആ കോള് വന്ദന അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്തോ ഉണ്ട്. വന്ദനയ്ക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ വന്ദനൊന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. വന്ദന, ജീവിതം ഒന്നേ ഉള്ളൂ. അത് വെറുതെ കളയാനുള്ളതല്ല എന്ന് എനിക്ക് വീണ്ടും തോന്നിയത് വന്ദനയെ കണ്ടപ്പോഴാ. ഇത് വെറുതെ പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരിക്കലും ഒന്നും വേണ്ട എന്ന് മനസ്സിൽ കരുതിയവനാ ഞാൻ. സോമനങ്ങൾ പറഞ്ഞപ്പോഴും അങ്ങനൊരു ഫോർമാലിറ്റിയെ തോന്നിയുള്ളൂ. വെറുതെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. അതിനപ്പുറം എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ വന്ന് കണ്ടപ്പോ സത്യം പറയാലോ, എനിക്കിഷ്ടായി. അല്ലെങ്കിലും എനിക്കിങ്ങനൊരു നാടൻ പെൺകുട്ടിയെ കാണുമ്പോഴേ തോന്നും ഒരു കേരളീയത. വന്ദനയിലും അത് തോന്നി. നെറ്റിയിൽ ചന്ദനവും നീട്ടി വളർത്തിയ മുടിയിൽ തുളസി കതിരും വെച്ച ഒരു നാടൻ തനി ഗ്രാമീണ പെൺകുട്ടി. വല്ല ഫാഷനബിൾ പെണ്ണുമായിരുന്നെങ്കിൽ നൈസായിട്ട് ചായയും കുടിച്ച് പിന്നെ പറയാന്നൊരു വാചകവും ഫിറ്റ് ചെയ്ത് ഞാൻ സ്ഥലം വിട്ടേനെ. പക്ഷേ ഇതങ്ങനെയല്ല. ഞാൻ ചിന്തിച്ചതിലും അപ്പുറം. ഞാൻ വെറും പൈങ്കിളി സാഹിത്യകാരനാണെന്ന് വന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല. എന്നാ പറയട്ടെ. പ്രണയം നിഷേധിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഞാനെല്ലാം അവസാനിപ്പിക്കാൻ പോവാ. വന്ദനയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവളുടെ വീട്ടിൽ തന്നെ ഞാൻ
അല്ല ജഗനല്ലേ? മോനെ 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 ഡാ. എന്താ എന്തു പറ്റി? മോനെന്താ എവിടെ ഇരിക്കുന്നേ? അല്ല അത് പിന്നെ ഞാൻ അല്ല ചന്ദ്രയാമ്മ, ഞാൻ രാത്രി വന്നപ്പോ, അല്ല രാത്രി ഓടാൻ വന്നപ്പോ, അല്ല രാവിലെ ജോഗിങ്, അത് പിന്നെ ഈ വന്ദനയുടെ കല്യാണം ഉറപ്പിച്ച കാര്യം ചന്ദ്രയാമ്മ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. അല്ല ഇവിടെ എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് ആവശ്യം വരുമെന്ന് തോന്നിയിട്ട് വന്നതാണ്. ഞാൻ ജോഗിങ്ങിന് പോയിട്ട് വന്നപ്പോ എല്ലാവരും ഉറക്കുമായിരുന്നു. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. പിന്നെ ഞാൻ ജോഗിങ്ങിന് പോയി വന്ന ക്ഷീണം കാരണം അറിയാതെ ഇവിടെ വന്നിരുന്നങ്ങ് മയങ്ങിപ്പോയി. അത് കൊള്ളാം. കോളിംഗ് ബെൽ അടിക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ ഹരിതയെ വിളിച്ചു പറയായിരുന്നില്ലേ? അതൊന്നും സാരമില്ല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം തൽക്കാലം ഒന്നും ആവശ്യമില്ല. കൊച്ചുകുളപ്പാങ്കാലത്ത് ഞാൻ ജോഗിങ്ങിന് ഇറങ്ങിയതാ. ഇപ്പോ ഒരുപാട് നേരം ആയില്ലേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങും അമ്മേ. പോയിട്ട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതെ, പോകാൻ വരട്ടെ. ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വകയായി ക്ഷേത്രത്തിൽ ഒരു പൂജ നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരുക്കത്തില. ആ പൂജയിൽ ഞങ്ങളോടൊപ്പം ജഗനും പങ്കെടുക്കണം. ഇതാര്? ജഗൻ ചേട്ടനോ? എന്താ രാവിലെ തന്നെ? അല്ല ഞാൻ രാത്രി മതില് ചാടാൻ, അല്ല ഓടാൻ, ജോഗിങ്. ഇവിടെ വന്നപ്പോ സിറ്റ് ഔട്ടിൽ ലൈറ്റ് കിടക്കുന്ന കണ്ടു. എങ്കിൽ പിന്നെ ഒന്ന് കയറി നിങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നോക്കിയപ്പോ നിങ്ങൾ ആരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ ദേ പിന്നെ ഈ മരച്ചോട്ടിലങ്ങിരുന്നു. എന്തൊരു നല്ല കാറ്റാ. കാറ്റടിച്ചപ്പോ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. എങ്കിൽ പിന്നെ ഇനി ഞാൻ നിൽക്കുന്നില്ല, പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. അല്ല എനിക്ക് രണ്ടും ഒരുപോലെ തന്നെയാ. ഗുഡ് മോർണിംഗ്. മോളെ, ജഗനും നമ്മളോടൊപ്പം പൂജയ്ക്ക് വരുന്ന കാര്യം ഞാൻ പറയായിരുന്നേ. അയ്യോ അമ്മ, അത് പറ്റില്ല. എന്റെ കയ്യിൽ ഇടാൻ വരെ ഡ്രസ്സൊന്നുമില്ല. അതോർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. മനോജിന്റെ ഡ്രസ്സൊക്കെ ഏട്ടനും പാകാവുമല്ലോ. അതെ, വേഗം വന്ന് കുളിച്ച് റെഡിയാവാൻ നോക്ക്. ഏയ് അതൊന്നും ശരിയാവില്ല. ഞാൻ പോവാ. മോനെ, ഈ പൂജയിൽ മോനും പങ്കെടുക്കണം എന്നുള്ളത് ദേവിയുടെ നിശ്ചയ. അതുകൊണ്ട് കൃത്യസമയത്ത് ദേവി നിന്നെ ഇവിടെ എത്തിച്ചത്. ദേവിയല്ല, മനുഷ്യന്റെ ടെൻഷൻ കൊണ്ടാ ഇവിടെ എത്തിച്ചത്. നീ എതിർപ്പൊന്നും പറയല്ലേ. പൂജയ്ക്ക് വരണം. വാ ഏട്ട ഇങ്ങോട്ട്. വേണോ? വേണം, വാ. അമ്മേ, ഞാനങ്ങോട്ട്. ജഗനെ പൂജയുടെ കാര്യങ്ങൾ അറിയിച്ചില്ലെങ്കിൽ എന്താ? അവനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത് ദേവിയാ. ആറ്റുകാലമ്മേ. വന്ദനമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന പൂജയല്ലേ? എനിക്ക് ദേവിയെ നന്നായിട്ട് തൊഴണം.